മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ഈ നിമിഷം പങ്കുവയ്ക്കാനുള്ളത് മെഡിക്കൽ ഓഫീസർമാർക്കുള്ള അവധി റദ്ദാക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ആരോഗ്യ കാരണങ്ങൾക്കൊഴികെ മറ്റ് അവധികൾ റദ്ദാക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. പുതിയ അവധികൾ അനുവദിക്കരുതേ എന്നും നിർദ്ദേശമുണ്ട്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ട്. അർജുൻ, യുദ്ധസമാനമായ സാഹചര്യമാണ്. സ്വാഭാവികമായി എടുക്കേണ്ട ചില മുൻകരുതലുകളാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത്? ദിവിഷ്, നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ അസാധാരണമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മെഡിക്കൽ ഓഫീസർമാരുടെ ലീവുകൾ, അവധികൾ റദ്ദാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ റദ്ദാക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഉത്തരവ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ പറയുന്ന കാര്യം, ആരോഗ്യ കാര്യങ്ങൾക്ക് ഒഴികെ പുതിയ ലീവുകൾ അനുവദിക്കരുത്. ആരോഗ്യ കാര്യങ്ങൾക്ക് വേണ്ടി ലീവ് എടുത്ത് പോയവരുടെ ഒഴികെ ബാക്കി എല്ലാ ലീവുകളും അവധികളും റദ്ദാക്കി ഉടൻ തന്നെ ഇവരെ തിരിച്ചു വിളിക്കണമെന്നുള്ള കാര്യമാണ്. ആ ലീവുകളിൽ സ്റ്റേഷൻ ലീവ് ഉൾപ്പെടെ ഭാഗമാണ്. സ്റ്റേഷൻ ലീവ് ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. ഇനിയൊരു ഉത്തരവുണ്ടാകുന്നത് വരെ ആരോഗ്യ കാര്യങ്ങൾക്കൊഴികെയുള്ള അവധികൾക്കൊന്നും തന്നെ സ്ഥാനമില്ല. അതായത് എല്ലാ അവധികളും റദ്ദാക്കുന്നു. പുതിയ ലീവുകൾ, പുതിയ അവധികൾ ആരോഗ്യ കാര്യങ്ങൾക്കൊഴികെ മറ്റൊന്നിനും നൽകില്ല. ഈ പറയുന്ന മെഡിക്കൽ ഓഫീസർമാർ, ഉദ്യോഗസ്ഥർ എല്ലാവരും തൊട്ടടുത്ത നിമിഷം തന്നെ, അതായത് തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ തിരിച്ച് ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള കാര്യം കൂടിയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഘട്ടത്തിലൂടെയാണ്, ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ രാജ്യം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഏതൊരു അവസ്ഥയുണ്ടായാലും അവിടെ സഹായിക്കാൻ ആവശ്യത്തിന് ആളുകൾ വേണം. അതിൽ ഏറ്റവും പ്രധാനമാണ് ആരോഗ്യ പ്രവർത്തകർ, മെഡിക്കൽ ഓഫീസർമാർ എന്ന് പറയുന്നത്. നിരവധി ആശുപത്രികളും സംസ്ഥാനങ്ങളും ആരോഗ്യ പ്രവർത്തകരുടെ അവധി റദ്ദാക്കിയിരുന്നു. ഇപ്പോൾ മെഡിക്കൽ ഓഫീസർമാരുടെ അവധി കൂടിയാണ് കേന്ദ്ര ആരോഗ്യ. ശരിയാണ്. യുദ്ധസമാനമായ സാഹചര്യത്തിൽ എടുക്കേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇന്ധന ലഭ്യത ഉറപ്പുവരുത്തുക, ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്തുക, ഒരു തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയും ഉണ്ടാകാതിരിക്കുക, ആരോഗ്യരംഗത്തെ എല്ലാവിധ മുൻകരുതലുകളും പൂർത്തിയാക്കി കാത്തിരിക്കുക. അങ്ങനെ ഇതൊന്നും ഈ രീതിയിൽ സാഹചര്യങ്ങൾ പോകരുത് എന്ന് ഉള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ എന്തെങ്കിലും രീതിയിൽ കാര്യങ്ങൾ അത്തരത്തിലേക്ക് മാറുകയാണെങ്കിൽ അതിനെ പൂർണ്ണമായും അതിനെ അഭിമുഖീകരിക്കാനുള്ള സർവ്വവിധ സജ്ജീകരണങ്ങളും തയ്യാറെടുപ്പുകളും രാജ്യമൊന്നാകെ നടത്തുന്നു എന്നതാണ് ആരോഗ്യ പ്രവർത്തകരുടെ അവധി റദ്ദാക്കാനുള്ള നിർദ്ദേശത്തോടു കൂടി മനസ്സിലാകുന്നത്.